കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജന്റെ മരണത്തിൽ ഡോക്ടർ റാമിനെതിരെ വെളിപ്പെടുത്തലുമായി കൂടുതൽ വിദ്യാർത്ഥികൾ. നിതിന്റെ മരണത്തിൽ പ്രതികരിച്ച വിദ്യാർത്ഥികളെ മാനേജ്മെന്റ് നിരീക്ഷിച്ചിരുന്നുവെന്നും ഫോട്ടോയും ദൃശ്യങ്ങളും പകർത്തിയെന്നും വിമർശനം. റാമിനെ പുറത്താക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് വിദ്യാർത്ഥികൾ. വിവരങ്ങളുമായി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ നിതിൻ രാജന്റെ മരണത്തിൽ ഡോക്ടർ റാമിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അരുണിമ, വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളുമായാണ് വിദ്യാർത്ഥികൾ രംഗത്ത് വരുന്നത്. അവർ മുൻകാലങ്ങളിലെ തങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയുകയാണ്. ഈ ഡോക്ടർ റാമിൻ്റെ ഇത്രയും നാളത്തെ ചെയ്തികളും അതോടൊപ്പം തന്നെ പ്രവൃത്തികളുമാണ് വിദ്യാർത്ഥികൾ തുറന്നു പറയുന്നത്. മറ്റൊരു കാര്യമുണ്ട്, ഇപ്പോൾ ആ കോളേജ് അവധിയാണ്. അതോടൊപ്പം തന്നെ പല വിദ്യാർത്ഥികളും അവിടെയില്ല, വിശ്വവധിയുമായി ബന്ധപ്പെട്ട നാട്ടിലാണ്. ഉള്ള കുട്ടികളുടെ പ്രതികരണത്തിൽ നിന്നാണ് ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. ഒരു കോളേജിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുമോ എന്നും കേരളത്തിലെ ജനങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ജാതി അധിക്ഷേപം, അതോടൊപ്പം തന്നെ ഈ ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ തല്ലിക്കുക, ആ രീതിയിലേക്കുള്ള ഒരു പ്രാകൃതമായ ഒരു രീതിയായിരുന്നു ആ കോളേജിൽ നിലനിന്നിരുന്നത്. അത് ഈ അധ്യാപകനെതിരെയായിരുന്നു ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് പുരോഗമിക്കുന്നുണ്ട്. ആ കുടുംബം എന്തായാലും വലിയ രീതിയിൽ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും പോലീസ് അത് വകവയ്ക്കാതെ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. പോലീസ് രണ്ട് തരത്തിലാണ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. അതിലൊന്ന് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടാണ്. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 9 ഈ നിതിൻ രാജിൻ്റെ ഫോണിലേക്ക് ഒറ്റ ദിവസം 98-ലധികം സന്ദേശങ്ങൾ ഉണ്ടായി. ഈ 98-ലധികം സന്ദേശങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഈ അധ്യാപികയുടെ ഫോണിലേക്കും ഈ സന്ദേശങ്ങൾ വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ അധ്യാപിക പ്രിൻസിപ്പാളിന് പരാതി നൽകുകയും പ്രിൻസിപ്പാൾ പിന്നീട് ഈ വിദ്യാർത്ഥിയെ തൻ്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തുകയും ആ സമയത്ത് എന്താണ് സംഭവിച്ചത്, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നെല്ലാം പോലീസ് സംശയിക്കുന്നുണ്ട്. ആ ഓഫീസ് റൂം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ CCTV അടക്കമുള്ള ദൃശ്യങ്ങളെല്ലാം അവിടെ നിന്ന് ശേഖരിച്ചെടുക്കുവാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ആ CCTVയിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ നിന്നും നിതിൻ പുറത്തു വരുന്നത് വളരെ സങ്കടപ്പെട്ടാണ്. അത്തരം ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ പല മേഖലയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ കുടുംബം പറയുന്നത് ഈ ജാതി അധിക്ഷേപം കൊണ്ട് തന്നെയാണ്, അല്ലാതെ ഇത്തരം ഈ ലോണുമായി ബന്ധപ്പെട്ട ഭീഷണിയെല്ലാം ഈ കോളേജ് അധികൃതർ കെട്ടിച്ചമയ്ക്കുന്നതെന്നാണ് ഈ കുടുംബത്തിൻ്റെയും ആരോപണം. പക്ഷേ ഈ പരാതിയുമായി അധ്യാപിക രംഗത്ത് വന്നതുകൊണ്ടാണ് ഈ ഭീഷണിയും അതോടൊപ്പം തന്നെ ഈ ആത്മഹത്യയും ഉണ്ടായെന്നാണ് കോളേജ് അധികൃതർ പറയുന്നത്. പക്ഷേ രക്ഷിതാക്കൾ പറയുന്നത് ജാതി അധിക്ഷേപവുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും 2 FIRകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 കേസിലും കൃത്യമായി തന്നെ അന്വേഷണം പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അധ്യാപികയും അതോടൊപ്പം തന്നെ റാമും അതോടൊപ്പം തന്നെ സംഗീത നമ്പ്യാരും ഇപ്പോൾ ഒളിവിലാണ്. അവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൃത്യമായി തന്നെ തെളിവുകൾ ശേഖരിച്ചിട്ട് മാത്രം മതി ഈ 2 പേരുടെയും അറസ്റ്റ് എന്നാണ് പോലീസിൻ്റെ തീരുമാനം. പക്ഷേ ഇതിനെതിരെ രക്ഷിതാക്കൾ രംഗത്ത് വരുന്നു. എന്തിനാണ് അവർക്ക് ഇത്രയും സമയം അനുവദിക്കുന്നത്? തൻ്റെ മകനെ ജാതി അധിക്ഷേപം നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത അധ്യാപകർക്കെതിരെ ഇനി എന്ത് തെളിവാണ് പോലീസ് തേടുന്നത്? എന്ത് തെളിവിനാണ് പോലീസ് കാത്തിരിക്കുന്നതെന്നാണ് രക്ഷിതാക്കളുടെ ചോദ്യം. ശരി, വ്യക്തമാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഇപ്പോൾ ഡോക്ടർ റാമിനെതിരെ വെളിപ്പെടുത്തലുമായി കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഡോക്ടർ റാമിനെയും അതുപോലെ തന്നെ സംഗീതയും സസ്പെൻഡ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇവർ ഒളിവിലാണ്, ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിതിന്റെ മരണത്തിൽ ഇപ്പോൾ പ്രതികരിച്ച വിദ്യാർത്ഥികളെ മാനേജ്മെന്റ് നിരീക്ഷിച്ചിരുന്നുവെന്നും ഫോട്ടോയും ദൃശ്യങ്ങളും ഒക്കെ പകർത്തിയെന്നൊക്കെ ഒരു വിമർശനം വരുന്നുണ്ട്. അതുപോലെ തന്നെ റാമിനെ പുറത്താക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ശ്രീജിത്താണ്.